കേരള സർവകലാശാല MBA ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ പുനഃപരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥിക്ക് ശരാശരി മാർക്ക് നൽകാൻ ലോകായുക്ത അക്കാഡമിക് റെക്കോർഡ് പരിശോധിച്ച് ശരാശരി മാർക്ക് നൽകണമെന്നാണ് നിർദ്ദേശം. വിദ്യാർത്ഥിക്കായി പ്രത്യേകം പരീക്ഷ നടത്താമെന്ന സർവകലാശാല നിർദ്ദേശം ലോകായുക്ത തള്ളി. വിദ്യാർത്ഥി അഞ്ജന പ്രദീപിന്റെ ഹർജിയിലാണ് ലോകായുക്തയുടെ നടപടി. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, തീർച്ചയായും ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ലോകായുക്ത പറയുന്നത്? വിദ്യാർത്ഥിനിയായിരുന്ന അഞ്ജന പ്രദീപാണ് ഈ ഹർജി നൽകിയിട്ടുള്ളത്. പുനഃപരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥിക്ക് ശരാശരി മാർക്ക് നൽകാൻ ലോകായുക്ത ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നേരത്തെ പുനഃപരീക്ഷ നടത്തിയപ്പോൾ ഈ കുട്ടി എഴുതിയിരുന്നില്ല. 3ാം സെമസ്റ്ററിലെ പ്രൊജക്ട് ഫിനാൻസ് പേപ്പറിന് ശരാശരി മാർക്ക് നൽകണം. അക്കാദമിക് റെക്കോർഡ് പരിശോധിച്ച് ശരാശരി മാർക്ക് നൽകാനാണ് നിർദ്ദേശമുള്ളത് ലോകായുക്തയുടേത്. കേരള സർവകലാശാലയ്ക്കാണ് ഡിവിഷൻ ബെഞ്ച് ഈ നിർദ്ദേശം നൽകിയത്. വിദ്യാർത്ഥിക്കായി പ്രത്യേക പരീക്ഷ നടത്താമെന്ന സർവകലാശാലയുടെ നിർദ്ദേശം ലോകായുക്ത തള്ളി. സർവകലാശാലയുടെ നിർദ്ദേശം അപ്രായോഗികമാണ് എന്ന് കോടതി പറയുകയും ചെയ്തു. കാനറ ബാങ്കിൽ നിന്നും വിദ്യാർത്ഥിനി വിദ്യാഭ്യാസ വായ്പ നേടിയിരുന്നു. വിദ്യാർത്ഥിനിക്ക് കോഴ്സ് പൂർത്തിയായി ജോലിയും കിട്ടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ നടപടി. അതേസമയം രൂക്ഷ വിമർശനം കേരള സർവകലാശാലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഉത്തരക്കടലാസുകൾ സംരക്ഷിക്കേണ്ടത് സർവകലാശാലയുടെ ചുമതലയാണ്. സർവകലാശാലയുടെ വീഴ്ചയ്ക്ക് വിദ്യാർത്ഥി ബുദ്ധിമുട്ടുന്നത് സ്വാഭാവിക നീതിയല്ല എന്നും ലോകായുക്ത പറഞ്ഞു വെക്കുന്നു.